വചനമൊഴി ജനുവരി 28. വചനഭാഗം 1 പത്രോസ് 4:1-11, ലൂക്കാട് സുവിശേഷം 7:36-50. 3 നോമ്പിന്റെ അവസാന ദിനമാണ് ഇന്ന്. അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും സന്ദേശമാണല്ലോ 3 നോമ്പ് പ്രധാനമായും പങ്കുവെക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത് പാപിനിയായ ഒരു സ്ത്രീ കർത്താവിന്റെ പാദത്തിങ്കൽ വന്ന് കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് പാദം നനച്ചു, തലമുടി കൊണ്ട് തുടച്ച് ചുംബിച്ചു, സുഗന്ധതൈലം പൂശി. അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കർത്താവിന്റെ വചനം. ആത്മാർത്ഥമായ അനുതാപത്തോടെ കർത്താവിന്റെ പക്കൽ വരുന്ന ഏത് പാപിയുടെയും പാപങ്ങളും കടങ്ങളും ക്ഷമിക്കുന്നവനാണ് അവിടുന്ന്. ഏത് പാപിക്കും കടന്നു വരാവുന്ന സ്ഥലമാണ് കർത്താവിന്റെ സന്നിധി. ആത്മാർത്ഥതയോടെ കർത്താവിനെ വിളിക്കുന്നതും ആത്മാർത്ഥതയില്ലാതെ കർത്താവിനെ വിളിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. പാപിനിയായ സ്ത്രീ ആത്മാർത്ഥതയോടെ അനുതാപത്തോടെ കർത്താവിന്റെ പക്കൽ വന്നപ്പോൾ ആത്മാർത്ഥതയില്ലാതെ കർത്താവിനെ വിളിക്കുന്ന ശിമയോനെയാണ് സുവിശേഷത്തിൽ കാണുന്നത്. ഉള്ളറിയുന്ന കർത്താവ് അതനുസരിച്ച് മറുപടി നൽകുന്നു, പ്രവർത്തിക്കുന്നു. ശിമയോന്റെ ആത്മഗതം തിരിച്ചറിഞ്ഞ് അവനോട് മറുപടി പറയുന്ന കർത്താവ് പാപിനിയായ സ്ത്രീയുടെ ഉള്ളറിഞ്ഞ് അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുന്നു. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് അവളുടെ പാപം ക്ഷമിച്ചത്. പാപം ക്ഷമിക്കുന്നതിനുള്ള 2 കാര്യങ്ങൾ ഇന്നത്തെ ലേഖന ഭാഗത്ത് പത്രോസ് ശ്ലീഹായും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു. മിശിഹായോടൊപ്പം സഹിക്കാൻ തയ്യാറാകുന്ന വിശ്വാസി പാപത്തെ മാറ്റി നിർത്തുന്നതിനുള്ള ശക്തി സംഭരിക്കുന്നു. രണ്ടാമതായി ശ്ലീഹ പറയുന്നു, നിങ്ങൾക്ക് ഗാഢമായ പരസ്നേഹം ഉണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം പാപത്തെ അകറ്റുന്നു. മിശിഹായോടുള്ള ഐക്യപ്പെടലും പരസ്നേഹവുമാണ് പാപത്തെ അകറ്റി ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഈ തിരുവചനത്തിന്റെ കൃപയ്ക്കൊത്ത് ജീവിക്കുവാൻ ദൈവത്തോട് നമുക്ക് അനുഗ്രഹം പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ.